ഹലോ കൂട്ടുകാരി, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എനിക്ക് അത്ര സുഖമില്ല കേട്ടോ. എനിക്ക് പല്ലുവേദനയാണ്. അപ്പോൾ പല്ലുവേദന കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് 1 മണിയായി. അപ്പം ഞാൻ പെട്ടെന്ന് ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് മീൻ വെട്ടി വെച്ചിട്ടാണ് പോയത്. തിരിച്ച് വന്നപ്പോൾ താമസിച്ച് പോയി. അപ്പം ഞാൻ വിചാരിച്ച് ഉരുളൻകിഴങ്ങ് മെഴുക്ക് വരട്ടിയും ചമ്മന്തിയും മീൻ വറുത്തതും ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഒരു കുക്കറിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് 3 ഉരുളൻകിഴങ്ങും ഒരു സവാളയും കൂടി അരിഞ്ഞതിനകത്തേക്ക് ഇടും. എന്നിട്ട് ഇച്ചിരി നേരം ഒന്ന് വഴറ്റിയിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഇഷ്ടമുണ്ടെങ്കിൽ മസാലപ്പൊടി ചേർക്കാം, കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെക്കണം. ഇളക്കി ഒരു മിനിറ്റൊക്കെ ഇളക്കിയാൽ മതി. എന്നിട്ട് അതങ്ങ് അടച്ച് വെക്കണം. അപ്പോഴത്തേക്ക് അത് ഒറ്റ വിസിലിനത് റെഡിയാവും. അതിനുശേഷം മീൻ വറുക്കാനുള്ളതാണേ. ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില ഇത്രയും കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ വെട്ടി വെച്ചേക്കുന്ന മീനിനകത്തേക്ക് പുരട്ടി വെക്കണം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ വെച്ചാൽ മതി. കൂടുതൽ സമയമുണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കാം. അപ്പം ഞാൻ വിചാരിച്ച് ആ സമയം കൊണ്ട് നമുക്ക് മീനൂടെ വറുത്ത് വെക്കാം. അങ്ങനെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് പാനിൽ എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് അതിൻ്റെ മുകളിലേക്ക് മീനെല്ലാം പറക്കി വെച്ചു. അതിനുശേഷം ഞാൻ പോയി തേങ്ങ തിരുമ്മി വെച്ച്. പിന്നെ ഞാൻ വിചാരിച്ച് അപ്പോഴത്തേക്ക് നമ്മുടെ ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടി വെന്ത് വന്നു. അപ്പോൾ അതെടുത്ത് ഞാൻ ചീനച്ചട്ടിയിലേക്ക് വെച്ചിട്ട് അത് കഴുകി വെച്ച്. അതിനുശേഷം മീൻ തിരിച്ചിട്ട് ആ സമയം കൊണ്ട് ഞാൻ തേങ്ങയൊക്കെ തിരുമ്മി വെച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഉപ്പും ഒക്കെ അതിനകത്തിട്ട് വെച്ച്. പിന്നെ ഞാൻ വെളിയിൽ പോയി ഒരു മാങ്ങ പറിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ച് ഞാൻ വെളിയിൽ പോയതാണേ. പോയിട്ട് തിരിച്ച് വന്നിട്ട് മാങ്ങയും അതിൻ്റെ കൂടെ അരിഞ്ഞിട്ടിട്ട് ഞാൻ എപ്പോഴും ചമ്മന്തി അരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ്. ആ തേങ്ങയ്ക്കകത്തേക്ക് എല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഞെവിടും. അന്നേരം വേറൊരു ടേസ്റ്റാണ്. നിങ്ങളങ്ങനല്ല ചെയ്യുന്നതെങ്കിൽ ഇങ്ങനൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുവോ കല്ലിലിട്ട് അരയ്ക്കുവോ എങ്ങനെയെങ്കിലും ചെയ്താൽ മതി. അതിനുശേഷം ഞാനിങ്ങനെ ഉണ്ട പിടിച്ച് വെക്കുന്നത്. പിന്നെ നിങ്ങൾക്കൊരു ഗുമ്മൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ചമ്മന്തിയും ഒരു മാങ്ങായും ഒരു കറിവേപ്പിലയും കൂടെ വെച്ച് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അത് വെറുതെ ചെയ്തതാട്ടോ. പിന്നെ അതിനുശേഷം എനിക്ക് മരുന്നുണ്ടായിരുന്നു കഴിക്കാൻ. അതുകൊണ്ട് ഞാൻ ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടിയും ചമ്മന്തിയും തൈരും അച്ചാറും കൂടെ കൂട്ടി കഴിക്കാൻ പോവുകയാണേ. ഞാൻ നൊയമ്പായതുകൊണ്ട് മീൻ കഴിക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.